അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ ഒളിമ്പിക്സ് താരത്തിന് നഷ്ടമായത് വീടും മെഡലുകളും. മുൻ US ഒളിമ്പിക്സ് നീന്തൽ താരം ഗാരി ഹാൾ ജൂനിയറിലാണ് ദുരവസ്ഥ. 5 സ്വർണം, 3 വെള്ളി, 2 വെങ്കലം എന്നിങ്ങനെ 10 മെഡലുകളാണ് താരത്തിന് നഷ്ടമായത്. പസഫിക് പാലിസാഡിലുള്ള തന്റെ വസതിയും 10 ഒളിമ്പിക്സ് മെഡലുകളും നഷ്ടമായതിൽ 50 വയസ്സുകാരൻ ഗാരി ഹാൾ അറിയിച്ചു. വീട്ടിൽ കുറച്ച് സാധനങ്ങളും വളർത്തുനായയും മാത്രമാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങാമെന്നും കഠിന സാഹചര്യത്തിൽ ശാന്തത കൈവിടാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജീവൻ തിരികെ ലഭിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് ഗാരി കാണുന്നത്. 50 മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തലിൽ തുടരെ 2 വട്ടം ഒളിമ്പിക് സ്വർണം നേടിയ താരമാണ് ഗാരി ഹാൾ. 2000 സിഡ്നി, 2004 ഏതൻ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 1996 അറ്റ്ലാന്റിക് ഒളിമ്പിക്സിൽ റിലേ പോരാട്ടങ്ങളിൽ 3 സ്വർണ്ണ മെഡലും താരത്തിനുണ്ട്. ഈ 5 സ്വർണത്തിനോടൊപ്പം 3 വെള്ളി, 2 വെങ്കല മെഡലുകളാണ് താരം നേടിയത്. ഇവയെല്ലാം കാട്ടുതീയിൽ നഷ്ടമായി. ലോസ് ആഞ്ചലസിൽ പടർന്ന കാട്ടുതീയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണിത്. കഴിഞ്ഞ 5 ദിവസത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അറിയാം, 20-ലധികം പേരാണ് മരിച്ചത്. 12,000-ലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചു. അതിൽ 100 കണക്കിന് വീടുകളാണ് പൂർണ്ണ തോതിൽ ഇല്ലാതായത്. അതിനോടൊപ്പം തന്നെ ചെടികളും മരങ്ങളും അഗ്നിക്കിരയായി. കാട്ടുതീയിനോടൊപ്പം ആഞ്ഞടിച്ച കാറ്റാണ് ഇത്രയധികം വലിയ അവസ്ഥയിൽ എത്തിച്ചത്. നിലവിൽ ജനങ്ങൾ ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ്. 2.5 ലക്ഷം ആളുകളെയാണ് ഇതിനകം ഒഴിപ്പിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.